പുരാണങ്ങൾ അങ്ങനെയല്ല. പുരാണങ്ങൾ അതുകൊണ്ടാണല്ലോ ഹിന്ദു പുരാണം എന്ന് പറയുന്നത്. ഹിന്ദു വേദങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഇല്ല, വേദങ്ങൾ എന്നാണ്. ആ വേദങ്ങൾ ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. നമ്മുടെ ആചാര്യന്മാരാണ് അത് കണ്ടെത്തുകയും എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിലും അത് മനുഷ്യന് ലോക നന്മയ്ക്കായിട്ടുള്ളതാണ്. പുരാണങ്ങൾ അങ്ങനെയല്ല. പുരാണങ്ങൾ ഈശ്വരനെ ഒരു സാധാരണ ഭക്തനെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ്. ഈശ്വരൻ എന്താണ്? അപ്പോൾ ഈശ്വരൻ വേറെ എവിടെയോ ആണ് എന്നുള്ള തോന്നലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കിയതാണ് പുരാണങ്ങൾ. മനസ്സിലായില്ല? ഈശ്വരനോട് എങ്ങനെയാണ് കൂടുതൽ അടുക്കുക, ഈശ്വരൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സങ്കല്പം എന്താണ് എന്നൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു പരിധി, ഒരു തലം കഴിഞ്ഞാൽ പുരാണം വായിക്കലുണ്ടാവില്ല. കാരണം യുക്തിക്ക് അപ്പുറത്തേക്ക് നമുക്ക് അത് നിരക്കാതെ വരും. കാരണം എല്ലാ പുരാണങ്ങളിലും ഒരു അസുരനുണ്ടാവണം. ആ അസുരനെ കൊല്ലാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യണു. ബ്രഹ്മാവ്, ഇന്ദ്രന്മാർ എല്ലാവരും മഹാദേവനെ പോയി കാണുന്നു. മഹാദേവൻ ഒരു പ്രത്യേക രീതിയിലുള്ള അനുഗ്രഹം ആ അസുരന് കൊടുക്കുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും പുരാണങ്ങളിൽ ഉണ്ടാവുക, അല്ലേ? അത് സാധാരണ ജനങ്ങളിലേക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിനെ എത്തിക്കാനുള്ള നമ്മുടെ ആചാര്യന്മാർ തന്നെ ചെയ്തു വെച്ച വലിയൊരു സംവിധാനമാണ്. വേദങ്ങൾ അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ. അപ്പോൾ ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ എഴുതപ്പെട്ട ടെക്സ്റ്റുകളാണ് എന്നാണ്. അങ്ങനെയും കൂടി ആകാം. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യുവ തലമുറ പറയുന്നത് ഇത് മനുഷ്യർ എഴുതിയതല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനെ ഇതിനെ വിശ്വസിക്കണം എന്നുള്ളതിനെന്താ പറയുക? അതായത് നമ്മൾ ഒരു കാര്യത്തിന് 2-3 തരത്തിൽ ചിന്തിക്കാം. ഒരു കാര്യം, എനിക്ക് ഈശ്വരനെ അറിയണം എന്നാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. എന്തുകൊണ്ട്? അപ്പോൾ ഈശ്വരൻ എവിടെയാണെന്നുള്ള ചിന്ത വരും. 4 കൈകളൊക്കെ ഉള്ള, നീല നിറമുള്ള അല്ലെങ്കിൽ കറുത്ത നിറമുള്ള, നാക്കൊക്കെ പുറത്തേക്ക് നീട്ടി കുറേ ആയുധങ്ങളായിട്ട് നിൽക്കുന്നതാണോ ഈശ്വരൻ എന്ന് നമ്മൾ ഓരോ തലം കഴിയുമ്പോഴും നമ്മൾ ചിന്തിച്ചെത്തുമ്പോൾ ഇതൊന്നുമല്ല ഈശ്വരൻ എന്ന് മനസ്സിലാക്കും. ഇതിലൊന്നും പ്രസക്തിയില്ല എന്ന് കൂടി നമുക്ക് ബോധ്യം വരും. ആ ബോധ്യം വരുന്ന ആ സമയത്ത് ഇതിനെല്ലാം ഉത്തരവും കിട്ടും. അപ്പോൾ നമുക്ക് ശിവനിലേക്ക് പോവാം. മഹാദേവൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് മഹാദേവനായത് എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നതിനെ തെറ്റാണ്. 33 കോടി ദേവതകളാണ്, വ്യത്യാസമുണ്ട്. ഇവിടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് സത്യത്തിൽ നമുക്ക് ഏകദൈവതയെ പ്രാർത്ഥനയുള്ളൂ. പരമാത്മാവാണ് നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത്. പരമാത്മാവാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ഭഗവത്ഗീതയിൽ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അതായത് നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ. തത്വമസി തന്നെ പറയണേ. അതായത് നീ എന്താണോ അതാണ് ഞാനും എന്ന് പറയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ അതാ പറഞ്ഞേക്കണേ. അതാണ് സഹസ്രാശീർഷ പുരുഷ എന്നുള്ള പുരുഷ സൂക്തത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതായത് ഒരു പരമാത്മാവായിരിക്കുന്ന ആ ഒരു ആത്മാവിൽ നിന്ന് വേർപെട്ട അനേകം ആത്മാക്കളാണ് മഹാദേവനായാലും ഞാനായാലും നിങ്ങളായാലും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈശ്വരന് ശരീരമില്ല എന്ന് പറയുന്നത്. എന്നാൽ അവന് ശരീരമുണ്ടോ? ഉണ്ട്. എന്നാൽ അവന് ശരീരമുണ്ട്. അന്നില്ലേ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നശ്വരം, ഈശ്വരൻ നശിക്കാത്തതും കൂടി എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ചൈതന്യത്തെയാണ് സത്യത്തിൽ നമ്മൾ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ആ പരമാത്മാവിനെയാണ് നമ്മൾ ഹിന്ദു വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ പരാശക്തി എന്നുള്ള സംവിധാനത്തിനനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പലർക്കും അത് അത്ര അറിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ മഹാദേവൻ എന്ന് പറയുന്ന ഞാനും മഹാദേവനാകണം, നിങ്ങളും മഹാദേവനാവാൻ പറ്റും. അതിനാണ് യോഗയും അല്ലെങ്കിൽ ജപവും ധ്യാനവും മെഡിറ്റേഷനും എല്ലാം നമുക്ക് ആചാര്യന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണേ. രാമായണം എഴുതിയ അദ്ദേഹവും ഒരു വാൽമീകി, അദ്ദേഹം എന്തായിരുന്നു? ഒരു കാട്ടുകള്ളനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം വാൽമീകിയായത്? അല്ല, അത് എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അതിന് പ്രാപ്തനായത്? ജപത്തിലൂടെ, ഉപാസനയിലൂടെയാണ്, സാധനയിലൂടെയാണ്, തപസ്സനുഷ്ഠിച്ചിട്ടാണ്. കള്ളനായിരുന്ന ഒരാൾ വാൽമീകി ആയത് എങ്ങനെയാണ്? സാധാരണക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് മഹാദേവനായത്? അതിലുണ്ട് ഉത്തരം. എഴുത്തും വായനയും ഒന്നും അറിയില്ലാത്ത ഒരാൾ അങ്ങനെ എഴുതി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയുന്നുണ്ട് അല്ലേ? അദ്ദേഹം തപസ്സിരിക്കുന്ന സമയത്ത് വാൽമീകം ചതിൽപ്പുറ്റ് വന്ന് മൂടുകയും
അതുപോലും അദ്ദേഹം അറിയാതെ ആ ഈശ്വരനിൽ ലയിച്ചിരിക്കുകയും ചെയ്തു എന്ന് പറയും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.